അങ്ങേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതിക്ക് അനുകൂലമായ വിധി ഉണ്ടാകാൻ ബാഹ്യമായ എന്തെങ്കിലും ഇടപെടലുകൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് നിങ്ങളുടെ കുടുംബം വിശ്വസിക്കുന്നുണ്ടോ? അത്രമേൽ സ്വാധീനമുള്ളവരാണോ? അത്രമേൽ ആളുകളുടെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളവരാണോ ഈ പ്രതി? അങ്ങ് കേൾക്കാമോ? ഞാൻ കുഞ്ഞിന്റെ അച്ഛനോടാണ് ചോദിക്കുന്നത്. എന്നോടാണോ? അതെ അതെ. ഇല്ല ഇല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ പിന്തുണ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്നലെ ഈ പറയുന്ന പണം കൊടുത്തു വാങ്ങിയ വിധിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ തന്നെ മുഖവിലേക്ക് എടുക്കുന്നു. അല്ലാതെ ഞെട്ടിക്കുന്ന വിധിയാണ്. ആ സമയത്ത് നമ്മൾ എന്തു പറഞ്ഞു എന്നുള്ളതൊന്നും നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് പറയുന്നതല്ല. ഒരേ സാഹചര്യത്തിൽ ഒരേ പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്നവരാണ് നിങ്ങൾ, അല്ലെ? ഈ വിധി എങ്ങനെ വന്നാലും ഈ പ്രതി തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിങ്ങൾക്ക്? ഉറച്ചു നിൽക്കുന്നു. ഇല്ല ഇല്ല, രക്ഷപ്പെട്ടു പോകാനുള്ള കാരണം എന്താണെന്നാണ് വിചാരിക്കുന്നത്? അതെ, രക്ഷപ്പെട്ടു പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ പ്രോസിക്യൂട്ടറിനും പ്രതിവാഹത്തിനും വാദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഈ ജഡ്ജിക്ക് ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിക്കാതെയാണ് ആദ്യം വാദം അത് നമ്മുടെ 24-28 സാക്ഷികളെ വിസ്തരിച്ചത് വേറൊരു ദിലീപ് എന്ന് പറഞ്ഞ ജഡ്ജാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അദ്ദേഹം ഓരോ സാക്ഷികളും വിസ്തരിക്കുമ്പോഴും പോയിന്റുകൾ നോക്കി അവർ സംശയങ്ങളൊക്കെ ചോദിച്ച് എഴുതി കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇവരങ്ങനെയല്ല. ഇദ്ദേഹം വന്നതിന് ശേഷം എന്ന് ചാർജ് എടുത്ത അന്ന് മുതൽ ഈ പ്രതിവാഹത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പ്രോസിക്യൂട്ടർ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ചോദ്യം ചെയ്യുക. അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഇത് ഓൺലൈനിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൺലൈനിലൂടെ വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് കറണ്ട് ഇല്ലാതെ പോയി എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം പങ്കെടുക്കാൻ പറ്റിയില്ല. ഈ പ്രതിയുടെ വക്കീൽ പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പിന്നീട് പ്രോസിക്യൂട്ടർക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തില്ലേ? സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർക്ക് സംസാരിക്കാനുള്ള അവസരം. അതെ, ഇത് അവർ പറയുമ്പോൾ അതെ അത് ക്ലാരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയില്ല. പിറ്റേ ദിവസം ഓൺലൈനിൽ പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ പ്രതിവാഹം നേരിട്ട് പങ്കെടുക്കുകയും പ്രോസിക്യൂട്ടർ ഓൺലൈനിൽ പങ്കെടുക്കുകയും കറണ്ട് ഇല്ലാതെ പോവുകയും, അപ്പം ഇവർ മാത്രം അവിടെ നിന്ന് ഇവരുടെ ഇങ്ങനെയാണ് ഈ സംഭവം എന്നുള്ള പറഞ്ഞ് അവിടെ ലോഹിയും പറഞ്ഞ് അവിടെ ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതിൻ്റെ അത് കാണാൻ പറ്റിയത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ജഡ്ജി പറയുന്നു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഇതിനകത്ത് നിങ്ങൾക്ക് ഈ കേസിനകത്ത് ഗുണം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് സത്യമായ കാര്യമാണ്, ഞാൻ കള്ളം പറയാറില്ല. ഇത് അവിടെ നേരിട്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ നേരിട്ട് പ്രോസിക്യൂട്ടറിനെ വിളിക്കും, സാറേ ഇന്ന പോലെ പറയുന്നത് അതൊക്കെ ചുമ്മാ പേടിക്കണ്ട, നമ്മുടെ ഭാഗത്ത് തെളിവുകളൊക്കെ ഉണ്ട്, ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്നുള്ള ഒരു ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ വിധിയും കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേനാണ് നമുക്ക് അന്നേരം മുതൽ ഈ അവിടുത്തെ ജഡ്ജിയും ഈ പ്രതിഭാഗത്തിൻ്റെ വക്കീലുമായിട്ട് എന്തോ അതിനകത്തൊരു ബന്ധമുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.